ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് 2 വർഷത്തിലധികമായി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു. രാവിലെ ടാബ്ലറ്റ് എടുക്കണം, വെറും വയറ്റിൽ അത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുടി കൊഴിച്ചിലുണ്ടാകും, ആത്മഹത്യാ പ്രവണത ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രോഗമാണത്. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു തമിഴ് അപ്പാപ്പൻ പറഞ്ഞു, എനിക്ക് നാവിൽ വ്രണം ഉണ്ടായിരുന്നു, അത് മാതാവ് ഒരു സിസ്റ്ററുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് തുടച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തുകൊണ്ട് മാതാവിന് ഈ രോഗം മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ ഇവിടെ നിത്യാരാധനയുടെ മുൻപിലുള്ള ആ വിളക്കിൽ നിന്ന് വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ തൊണ്ടയിൽ പുരട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ഞാൻ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, മാതാവേ ഈ ഗുളിക കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്, ഇതെനിക്ക് മാറ്റി തരണേ. ഒരു 2 മാസം മുൻപേ ഞാൻ മെഡിസിൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും അത് എല്ലാം ദ്രവിച്ചിരിക്കുന്നു. പുതിയ ടാബ്ലറ്റ് ബോട്ടിൽ വാങ്ങിയതാണ്, അത് ദ്രവിച്ചിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് കഴിക്കേണ്ട, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. 2 വർഷത്തിന് മുൻപ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും, അങ്ങനെ ഒരു അസുഖമാണെന്നാണ്. ഇപ്പം ഞാൻ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. മാതാവ് എനിക്ക് രോഗസൗഖ്യം തന്നതിന് മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് 4 മാസം മുൻപ് മുഖം 2 സൈഡും നിറയെ കുരുക്കൾ വന്ന് പഴുത്ത വ്രണമായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് 2 മാസമായിട്ട് ഞാൻ 2 ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു, മെഡിസിൻ എടുത്തു. 2 മാസമായിട്ട് ഒരെണ്ണം പോലും കുറയുന്നില്ല. പഴുത്ത വ്രണമായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ട് ഇതൊന്ന് കാണിച്ചാൽ എനിക്ക് ആശ്വാസമായിരിക്കും എന്ന് മാതാവ് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയുടെ 2 സൈഡിലും സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ കുരുക്കൾ കുറയാൻ തുടങ്ങി. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ അച്ഛനെ ഞാൻ കണ്ടിട്ട്. എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ല. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഉണ്ടായത്, എൻ്റെ മാതാപിതാക്കൾ 8 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് സഹായം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വെച്ചിരുന്നത്, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് കൊടുക്കണം മാതാവേ, എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല, അത് ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണ്, മാതാവ് അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ 3 മാസമായി എൻ്റെ വീട്ടുകാർ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മാവൻ ഒരു വീട് വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. എനിക്ക് ഉടമ്പടി ജീവിതം തുടങ്ങിയ അന്ന് മുതൽ സ്വപ്നദർശനമുണ്ട്. ദിവസവും എനിക്ക് ഈശോയും മാതാവും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാനാശ്ശേരി പള്ളിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത്. വൈകിട്ട് അവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും, ഞാനൊരു മുസ്ലിമാണ്, എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കുർബാനയും സ്വീകരിക്കണേ ഈശോയെ, എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ അവർ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് മെയ് 22 ആയിരുന്നു. ഞാൻ വെളുപ്പിന് 3 മണിക്ക് സ്വപ്നം കാണുവാണ്. ഞാൻ ആ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ കുർബാന നടത്തുന്ന അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴേക്കും അരളിക്കയുടെ നടുക്കുള്ള തിരുവോസ്തിലേക്ക് എന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഈശോയുടെ ക്രൂശിത രൂപം ഞാൻ അതിൽ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ഈശോ സ്വീകരിച്ചു എന്ന്.